ചാച്ചയ്ക്ക് എന്തിനായിരിക്കും വില്യംസിൻ്റെ പിയാനോ? ഒരുപക്ഷെ വില്യംസിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കുമോ? അതും ഇത്ര വർഷത്തിന് ശേഷം ചാച്ച ആ പിയാനോ അന്വേഷിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. 1988 മോഹൻലാൽ, നെടുമുടി വേണു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കമൽ സാർ സംവിധാനം ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ മൂവിയായിരുന്നു ഓർക്കാപ്പുറത്ത്. നിക്കോളാസ്, മകൻ ഫ്രെഡി, ഇവർക്കൊരു ബോട്ടുണ്ട്. അവരുടെ അമ്മയുടെ പേരിലുള്ള ഒരു ബോട്ടാണത്, മാർത്ത. ആ ബോട്ട് പണയത്തിലാണ്. ഈ ബോട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിലും അവർ സ്വീകരിക്കുന്ന മാർഗങ്ങളൊക്കെ കുറച്ച് വളഞ്ഞ വഴിയിലൂടെയാണ്. ഫ്രെഡിയും നിക്കോളാസും ഭയങ്കര ലേസി ആയിട്ടുള്ള രണ്ട് പേരാണ്. അവർ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. പക്ഷേ ആ വാടക അവർ കൊടുക്കുന്നില്ല. അപ്പോൾ വാടകക്കാരൻ അവരൊരു ശല്യമായി തീരുന്നൊക്കെയുണ്ട്. അപ്പോൾ വാടക വയ്ക്കാൻ വരുമ്പോഴത്തേക്കും അയാളെ പേടിപ്പിച്ച് ഓടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ഛനും മകനും. ഇവർ പത്രത്തിൽ ചില പരസ്യങ്ങളൊക്കെ കാണുന്നു. ആ പരസ്യങ്ങൾ കണ്ടിട്ട് ഇവർ സ്വയം ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞിറങ്ങി തിരിച്ച് ആൻറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങി വിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ കമ്മീഷൻ വാങ്ങുന്നു. ഇതൊക്കെയാണ് അവരുടെ ഒരു ജീവിത രീതി. ഇങ്ങനെ കമ്മീഷൻ കിട്ടിയ പൈസ കൊണ്ട് അവർ പലിശ അടയ്ക്കുന്നു. പലിശ അടയ്ക്കാൻ ചെന്നിട്ട് അവരാന് കൊടുത്ത് തിരിച്ചു വരുന്നത് വീണ്ടും ബാറിലേക്കാണ്. ഈ ബാറിൽ വന്നിട്ട് കള്ളു കുടിക്കുന്നു, ഭയങ്കരമായിട്ട് പൂസാകുന്നു. അപ്പനെയും കൊണ്ട് മകൻ പോവുകയാണ് അവരാൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് അയാളെ കുറേ ചീത്ത വിളിക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ റൊട്ടൈനായി പോകുന്ന ഒരപ്പനും മകനും. ഒരു ദിവസം ഇവർ പത്രത്തിലൊരു പരസ്യം കാണുകയാണ്, ഒരു കാറ് വിൽക്കുന്നതിൻ്റെ പരസ്യം. ഈ കാറ് വിൽക്കാൻ ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ നായികയെ കാണുന്നത്, ഷെറിൻ എന്ന നായിക. ആ വേഷം ചെയ്തിരിക്കുന്നത് രമ്യ കൃഷ്ണനാണ്. അവിടെ തൊട്ടാണ് നമ്മുടെ കഥയുടെ ഒരു ചേഞ്ച് തുടങ്ങുന്നതെന്ന് വേണേൽ പറയാം. ഈ കാറ് വിറ്റ് കൊടുക്കുന്നു, അതിൻ്റെ കമ്മീഷൻ വാങ്ങുന്നു. ഇത് പറഞ്ഞ പോലെ പലിശക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നു, പലിശ അടയ്ക്കുന്നു, ചീത്ത വിളിക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. ഇങ്ങനെ വീണ്ടും ഒരു ദിവസം ഫ്രെഡിയും നിക്കോളാസും മറ്റൊരു പരസ്യം കൂടെ കാണുകയാണ്. ഒരു പിയാനോ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരസ്യം. അതും നമ്മുടെ നായികയായ ഷെറിൻ്റെ വീട്ടിലത്തെ പിയാനോ തന്നെയായിരുന്നു. ഷെറിന് ഏറ്റവും പ്രിയപ്പെട്ട പിയാനോ. അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കാരണം അവർ ഗതികേട് കൊണ്ടാണ് ആ ഒരു പിയാനോ വിൽക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പിയാനോ വിൽക്കാൻ ആയിട്ട് ഫ്രെഡിയെ ഏൽപ്പിക്കുന്നു. ഫ്രെഡി നിക്കോളാസും പല ഇടങ്ങളിലായിട്ട് കയറി ഇറങ്ങുന്നുണ്ട് ഈ പിയാനോ ഒന്ന് വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്തിട്ടും ഈ പിയാനോ വിൽക്കാൻ സാധിക്കുന്നില്ല. അവസാനം ഇതിനു മുമ്പ് ഈ സിനിമയിൽ മറ്റൊരു സീക്വൻസ് ഉണ്ട്. ഇവർ അച്ഛനും മകനും കൂടെ രാത്രിയിൽ ബൈക്ക് ഓടിച്ച് വരുമ്പോഴത്തേക്കും ഒരു കാറ് വന്ന് തട്ടിയിടുന്നുണ്ട് ഇവർ. എന്നിട്ട് ഇവർ ആ കാറിനെ ഫോളോ ചെയ്ത് അവിടെ ചെന്ന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞ് നഷ്ടപരിഹാരമൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ സാറിനെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ജെ ജെ എന്നാണ് അയാളുടെ പേര്. തിലകനാണ് ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അവസാനം പിയാനോ ജെ ജെയുടെ അടുത്ത് പോയി വിൽക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പനും മോനും കൂടെ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം അദ്ദേഹവും ആ പിയാനോ വാങ്ങിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ജെ ജെ തന്നയച്ചതാണ് എന്ന് പറഞ്ഞ് ഇവർ വിറ്റിട്ട് പോകുന്നു. ആ പണം നേരെ ഷെറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. പക്ഷേ അവിടെയും മറ്റൊരു കാര്യമുണ്ട്. ഷെറിൻ്റെ വീട്ടിലേക്ക് ഫ്രെഡി തന്നെയാണ് പോകുന്നത്. പപ്പായ്ക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫ്രെഡി തന്നെ ഷെറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഷെറിന് പൈസയൊക്കെ കൊടുക്കുന്നു. അവർ അവിടെ വെച്ച് ഒരു അവർ തമ്മിൽ പ്രണയത്തിലാകുകയാണ്. അങ്ങനെ ഷെറിനും ഫ്രെഡിയും തമ്മിൽ നല്ലൊരു പ്രേമബന്ധം ആ ഒരു കച്ചവടത്തിലൂടെ തുടക്കം കുറിക്കുന്നു. അങ്ങനെ വീണ്ടും അവിടെ വെച്ച് ആ ഒരു പിയാനോ, ആ ഒരു സെനേറിയോ അവിടെ കഴിയുകയാണ്. ഫ്രെഡി ഈ ഒരു പിയാനോ വിറ്റതിൻ്റെ പൈസയൊക്കെ മൊത്തം കൊണ്ടാണ് അവർക്ക് കൊടുത്തത്. ഒരു പൈസ പോലും അവർക്ക് കമ്മീഷനായിട്ട് അവരെടുത്തില്ല. അപ്പോൾ ഈ കാര്യമൊക്കെ നമ്മുടെ ഫ്രെഡിയോട് പപ്പ ചോദ്യം ചെയ്യുകയാണ്. നിക്കോളാസ് ചോദ്യം ചെയ്യണം, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ പലരോടും പൈസ വാങ്ങിയിരുന്നു, അത് വിറ്റ് കിട്ടുന്ന പൈസ ഓർത്തിട്ട് ഇനി അവരാനോട് എന്ത് പറയും? ബോട്ട് തിരിച്ചെടുക്കണ്ടേ എന്നൊക്കെ പറയുന്നു. ഫ്രെഡി ഇതൊന്നും അന്നേരം മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഫ്രെഡി അന്നേരം പുതിയൊരു പ്രേമത്തിലാണ്. അയാൾക്ക് അയാളുടെ മനസ്സ് ആ ഒരു വശത്തേക്ക് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരാൻ ഇവരെ വിളിക്കുന്നു. എത്ര നാളായി ഇത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അവരാൻ ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട്. അവരുടെ ബോട്ടിൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി വീണ്ടും അച്ഛനും മകനും നേരിടുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെ ജെ അവരെ അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത്. ജെ ജെയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, ആ ആളെ തട്ടിക്കൊണ്ടുപോയി ജെ ജെയുടെ അടുത്ത് എത്തിക്കുക. ആ വരുന്നയാളാണ് ചാച്ച.
ബോംബെയിലെ ജയിലിലായിരുന്നു ചാച്ച. ഈ ചാച്ചാനെ ഭയങ്കര നൈസായിട്ടാണ് നമ്മുടെ ഫ്രെഡി തട്ടിക്കൊണ്ട് പോകുന്നത്. ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിനകത്ത് ബോംബാണ്. എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ചാച്ചാനെ ഭയങ്കര പേടിപ്പിച്ച് ഇവരുടെ കാറിൽ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ലാലേട്ടൻ വീണ്ടും ചോദിക്കുകയാണ്, "ഇംഗ്ലീഷ് സിനിമകളൊന്നും കാണാറില്ലേ? ഇത് ബാഗിനകത്ത് ആപ്പിളാണ്, ബോംബൊന്നും അല്ല" എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നു. ചാച്ച വീണ്ടും അവരോട് ചോദ്യം ചെയ്യുകയാണ്, എന്നെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നു. അപ്പോൾ 50,000 രൂപ എന്ന് നിക്കോളാസ് പറയുമ്പോൾ അത് വളരെ കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് വീണ്ടും അവിടുന്ന് ചാച്ച അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ നിക്കോളാസ് ജെയുടെ കസ്റ്റഡിയിലാകുകയും ഫ്രെഡിയെ വിട്ടയക്കുകയും ചെയ്യുന്നു. ഫ്രെഡി പക്ഷേ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. എന്ത് ചെയ്താലും ചാച്ചാനെ കൊണ്ടുവരാൻ ഫ്രെഡിക്ക് സാധിക്കത്തില്ല. പക്ഷേ അയാൾ ആകെ കരഞ്ഞ് തളർന്നിരിക്കുമ്പോൾ നിക്കോളാസിൻ്റെ സുഹൃത്തായ അപ്പാജി എത്തുന്നു. ഈ അപ്പാജിയായിട്ട് വേഷം ചെയ്തിരിക്കുന്നത് NL ബാലകൃഷ്ണനാണ്. അദ്ദേഹം ഫ്രെഡിയോട് പറയാണ്, "നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരൊന്നും അല്ല ഈ ജെയും നമ്മുടെ ചാച്ചായും ഒക്കെ. അവർ ബോംബെയിലെ വലിയ സ്മഗ്ലേഴ്സ് ഒക്കെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ അപ്പാജിയിൽ നിന്നും ഫ്രെഡി അറിയുന്നു. ഒരു രക്ഷയില്ലാതെ നിക്കോളാസിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവരാനേ മാർഗമുള്ളൂ. അങ്ങനെ ഫ്രെഡിയും അപ്പാജിയും കൂടെ നിക്കോളാസിനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നു. ഇതേ സമയം നമ്മുടെ ഷെറിൻ്റെ വീട്ടിൽ ചാച്ച എത്തുന്നു. ചാച്ചയുടെ ആവശ്യം എന്ന് പറയുന്നത് ആ പിയാനോ ആണ്. പിയാനോ അന്വേഷിച്ചാണ് ചാച്ച ബോംബെയിൽ നിന്നും എത്തിയിരിക്കുന്നത്. അങ്ങനെ പിയാനോ എന്ന ആ ഒരു കഥാപാത്രം വീണ്ടും കഥയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഷെറിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രെഡി മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഷെറിൻ്റെ പപ്പയായിരുന്ന വില്യവും ചാച്ചായും ജെയും ബോംബെയിൽ സുഹൃത്തുക്കളായിരുന്നു. അവർ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്തിരുന്നു. അവർ സ്മഗ്ലേഴ്സ് ആയിരുന്നു. അങ്ങനെ തെറ്റിപ്പിരിഞ്ഞ പാർട്ട്നേഴ്സ് ആയിരുന്നു എന്നൊക്കെ ഫ്രെഡി അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ഇപ്പം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആ വിറ്റുപോയ പിയാനോയാണ്. അപ്പോൾ ജെയും ഇതേ സമയം തന്നെ ഷെറിൻ്റെ വീട്ടിലെത്തുന്നു. അവരോട് എന്തിനാണ് ചാച്ച വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ആ പിയാനോ അന്വേഷിച്ചാണ് വന്നതെന്ന് ജെയും അറിയുന്നു. ഇവർ രണ്ടും പാരലലി ആ പിയാനോയിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പാരലലി അന്വേഷിക്കുന്നു. ഇതേ സമയം തന്നെ ഫ്രെഡിയും നിക്കോളാസും ഈ പിയാനോയ്ക്ക് വേണ്ടി അന്വേഷിച്ചിറങ്ങുന്നു. ഒബ്വിയസ്ലി നായകന്മാർ തന്നെ ആയിരിക്കുമല്ലോ പിയാനോ കണ്ടെടുക്കുക. അങ്ങനെ അവസാനം ഇവർ പലയിടത്തായി സെർച്ച് ചെയ്ത് നിക്കോളാസിനും ഫ്രെഡിക്കും തന്നെ ഈ പിയാനോ കിട്ടുന്നു. ഇവർ രണ്ടുപേരും എത്തുമ്പോഴത്തേക്കും പിയാനോയ്ക്കകത്തുണ്ടായിരുന്ന ഒരു സാധനം നിക്കോളാസും ഫ്രെഡിയും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ആ പിയാനോയ്ക്കകത്തു നിന്ന് പേപ്പറുകൾ കിട്ടുന്നു. ഒരു 3 പേപ്പർ കഷ്ണങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ പേപ്പർ കഷ്ണങ്ങൾ കൈക്കലാക്കി നിക്കോളാസും നമ്മുടെ ഫ്രെഡിയും കൂടെ ചെല്ലുന്നു. അതേസമയം ഈ ചാച്ച വന്നിട്ട് ഫ്രെഡിയെ തട്ടിക്കൊണ്ടു പോകുന്നു. നിക്കോളാസിനെ ജെയും തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ അവർക്ക് പരസ്പരം അറിയാം, ഇവർ കൊണ്ടുപോകും എന്നുള്ള കാര്യമൊക്കെ അറിയായിരുന്നു. അവരവിടെ ചെന്നിട്ട് ഈ പേപ്പർ ചാച്ചാനെയും ജെനെയും രണ്ടുപേരും ഏൽപ്പിക്കുകയാണ്. "ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ടു വന്നത്" എന്നൊക്കെ ചോദ്യമൊക്കെ ചെയ്തിട്ട് അവരവിടുന്ന് പോകുന്നു. ഇവർ ഷെറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഷെറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും വില്യം ഒരു കൊട്ടാരം വാങ്ങാൻ തീരുമാനിച്ചിരുന്നു എന്നും ആ കൊട്ടാരത്തിന് എങ്ങനെയായിരുന്നു എന്നും ഉള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് കുട്ടിക്കാലത്തോടെ പോയ കാര്യങ്ങളൊക്കെ പറയുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു റൂട്ട് മാപ്പ് അതിൽ കാണുന്നുണ്ട്. ഈ റൂട്ട് മാപ്പ് ചെന്ന് അവസാനിക്കുന്നത് ഒരു കിണറിലേക്കാണ്. ഇങ്ങനെ ഷെറിൻ്റെ അടുത്തു നിന്ന് കിട്ടിയ വിവരങ്ങൾ പ്രകാരം ഫ്രെഡിയും നിക്കോളാസും അപ്പാജിയും കൂടെ ആ ഒരു കൊട്ടാരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഇതേ സമയം തന്നെ പാരലലായിട്ട് തന്നെ ചാച്ചായും ജെയും കൂടെ വേറൊരു അടുത്തേക്ക് ഒരു പാലസിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അവർ പരസ്പരം മനസ്സിലാക്കുകയാണ് അവർക്ക് അമളി പറ്റി. അവരെ ഫ്രെഡിയും നിക്കോളാസും കൂടെ ചേർന്ന് കളിപ്പിച്ചു എന്നുള്ള കാര്യം അവർക്ക് പിടികിട്ടുന്നു. അങ്ങനെ ഇവർ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ഇതേ സമയം തന്നെ ഫ്രെഡിയും നിക്കോളാസും കൂടെ ആ ഒരു കൊട്ടാരത്തിൽ നിന്ന് കിണർ കണ്ടുപിടിക്കുന്നു. ആ കിണറ്റിലേക്ക് ഫ്രെഡി ഇറങ്ങുന്നുണ്ട്. ആ കിണറിൻ്റെ അകത്തൊരു പെട്ടി കിട്ടുന്നു. എന്താണ് ചെളിയൊക്കെ പിടിച്ചാണ് അവിടെ കിടക്കുന്നത് മൊത്തം. ഫ്രെഡി ഇങ്ങനെ ഒരു കമ്പ് വെച്ച് കുത്തി കുത്തി നോക്കിയൊക്കെയാണ് ഇറങ്ങുന്നതൊക്കെ. ഭയങ്കര നല്ല സ്റ്റൈലായിട്ടാണ് അത് എടുത്തേക്കുന്നത് മുഴുവൻ. അങ്ങനെ ഫ്രെഡിക്ക് ആ പെട്ടി കിട്ടുന്നു. പെട്ടിക്കകത്ത് കുറച്ച് വൈരക്കല്ലുകളാണ് ഉള്ളത്. ഇങ്ങനെ അപ്പാജിക്കും നിക്കോളാസിനും ഫ്രെഡിക്കും കൂടെ കിട്ടിയ ആ ഒരു നിധിയായിട്ട് അവർ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവർ ആ ഒരു നിധിയുടെ വാല്യൂ അനുസരിച്ചിട്ട് ഇവർക്കൊരു പാരിതോഷികം കൊടുക്കും. അങ്ങനെ ആ ഒരു പാരിതോഷികം കൊണ്ട് ഇവർ ബോട്ട് തിരിച്ചെടുക്കുന്നു.
ഇവിടെ വെച്ച് കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ഒരു എന്താണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മൂവി മേക്കിംഗ് രീതി ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. 1988 പുറത്തിറങ്ങിയ ഈ സിനിമയുടെ കഥ രചിച്ചിരിക്കുന്നത് രഞ്ജിത്ത് സാറാണ്. ഇതിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ഷിബു ചക്രവർത്തിയും. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കോസ്റ്റ്യൂം, അവരുടെ ഒരു ഭാഷാ രീതി, അതൊക്കെ ഭയങ്കര ഭയങ്കര എന്താണ് ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ ഫ്രെഡി എന്ന ക്യാരക്ടറിൻ്റെ കണ്ണൊക്കെ എന്താണ് പൂച്ചക്കണ്ണാണ്. അതുപോലെ ഹെയർ സ്റ്റൈല് ചെമ്പൻ മുടിയൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റൈലൊക്കെ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയും അതിൻ്റെ അകത്തെ സംഗീതം തന്നെയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പാട്ടുകളില്ല. ഈ മോഹൻലാൽ അതിനകത്ത് എന്താണ് ആ കൊട്ടാരത്തിൽ കയറാൻ പോകുന്ന ആ സീനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ആണ് അതിനെ കുറച്ചുകൂടെ സ്കോർ ചെയ്ത് നിന്നേക്കുന്നത്. ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിപിൻ മോഹനാണ്. ഒരു പ്രത്യേക ഷോട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ സിനിമ കാണിക്കുന്നത് ഒരു ബോട്ട് തീരത്തടുത്ത് കിടക്കുമ്പോൾ ഉള്ളൊരു സായാഹ്നമാണ് കാണിച്ചു തരുന്നത്. സിനിമ അവസാനിക്കുമ്പോൾ നായകനും നായികയും എല്ലാവരും കൂടെ ആ ബോട്ടിൽ തന്നെ കയറി പോകുന്ന മറ്റൊരു സായാഹ്നത്തിലാണ് സിനിമ അവസാനിക്കുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും ലാലേട്ടൻ കിണറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് നമുക്കൊരു പേടിയാണ്, ലാലേട്ടൻ എങ്ങാനും ആ കിണറ്റിലേക്ക് വീണാലോ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഛായാഗ്രഹണം, സംവിധാന മികവ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ലാലേട്ടനും നെടുമുടി വേണു സാറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. പിന്നീട് ഒരുപാട് സിനിമകളിൽ അവരുടെ അച്ഛൻ മകൻ അതുപോലെ ചേട്ടൻ അനുജൻ കോമ്പിനേഷനൊക്കെ കണ്ടെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് നമുക്ക് തോന്നും. കാരണം അവർ തമ്മിൽ ലൈക്ക് ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതിനകത്ത്. സത്യം പറഞ്ഞാൽ അച്ഛൻ മകൻ ബന്ധം എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്കേ അതിനകത്തുള്ളൂ. ഒരു ഇമോഷണൽ സീനിൽ മാത്രമേ അവർ അച്ഛനും മകനുമാണ് എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നു പോലും ഉള്ളൂ. അതുപോലെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ അതിനകത്തുള്ളത് തന്നെ. അവർ തമ്മിൽ ഇടയ്ക്ക് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ മമ്മയോട് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മമ്മയുടെ ഫോട്ടോയുടെ അടുത്ത് ചെല്ലുന്നു, എന്നിട്ട് ടോസ് ചെയ്ത് നോക്കുന്നു. കണ്ടോ മമ്മയ്ക്ക് ഇത് ചെയ്യാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും ഒരാൾ പിണങ്ങി ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സത്യം പറഞ്ഞാൽ അവിടെ അവർ തമ്മിലുള്ള ഒരു മത്സര അഭിനയം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് ഉത്സാഹത്തോടെ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗാണ് ഈ സിനിമയ്ക്ക് ഉള്ളത് തന്നെ. തട്ടിക്കൊണ്ടു പോകുന്ന സീൻസൊക്കെ അല്ലെങ്കിൽ ജെയുടെയും ചാച്ചയുടെയും സീൻസൊക്കെ കാണിക്കുമ്പോൾ പാരലായിട്ട് പോകുന്നൊരു രീതിയുണ്ട്. ചാച്ച പോകുന്ന ഒരു രീതി, ജെ പോകുന്ന ഒരു രീതി, ഇവർ തമ്മിൽ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകതയും ആ ഒരു ആ ഒരു അടുക്കിയുള്ള ആ ഒരു എഡിറ്റിങ്ങും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന മറ്റൊരു കാര്യം കൂടെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കെ നാരായണനാണ്. ഈ സിനിമയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചിരിക്കുന്നത് എം കുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോസ്റ്റ്യൂമറാണ്. ഫോർട്ട് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയുടെ കഥ പറയുന്ന രീതിയിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആ കോസ്റ്റ്യൂംസിലൊക്കെ ഒരുപാട് ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. അന്നും ട്രെൻഡിങ് ആണ്, ഇന്നും ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സെല്ലാം തന്നെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതുമാത്രമല്ല അതിൽ ലാലേട്ടൻ്റെ ഹെയർ സ്റ്റൈല്, അതുപോലെ കണ്ണ്, അതുപോലെ അവരുപയോഗിക്കുന്ന തൊപ്പി, ബൈക്ക്, പിന്നെന്താ അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രിങ്കിങ്, അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് തന്നെ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇന്നും ഒരു ട്രെൻഡാക്കി എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിങ് ആ ഒരു സിനിമയ്ക്കുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നത്തില്ല. മറ്റൊന്നുമല്ല, അച്ഛൻ മകൻ ബന്ധം പറയുന്നൊരു കഥ, സാധാ കഥ എന്നൊക്കെ പെട്ടെന്ന് അങ്ങ് തോന്നുമെങ്കിലും സിനിമ അവസാനിക്കുമ്പോൾ വലിയൊരു ട്രഷർ ഹണ്ട് മൂവി കണ്ട, അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസിൽ നമ്മൾ ഒരു സിനിമ കണ്ടു തീർത്തു എന്ന് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി പറയാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ
കഥയോട് ഒരുപാട് നീതി പുലർത്തുന്ന രീതിയിലുള്ളൊരു സിനിമാ പേരായിരുന്നു ഓർക്കാപ്പുറത്ത്. നമുക്ക് തുടക്കത്തിൽ അച്ഛൻ മകൻ ബന്ധം പറയുന്ന ഒരു സിനിമയാണിത് എന്ന് തോന്നുമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരുമാതിരി ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു മേക്കിംഗ് ആയിരുന്നു ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ഓർക്കാപ്പുറത്ത് എന്തോ സംഭവിച്ചു, ഓർക്കാപ്പുറത്തൊരു നിധി കിട്ടി. ആ ഒരു പേര് ഈ സിനിമയ്ക്ക് ഏറ്റവും യോജിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. 2004 നിക്കോളാസ് കേജ് നായകനായി പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, നാഷണൽ ട്രഷർ. ഈ സിനിമയ്ക്ക് ഓർക്കാപ്പുറത്ത് എന്ന സിനിമയുടെ ചെറിയൊരു റെസംബ്ലൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിക്കുന്ന ചില സിനിമകളില്ലേ, ആ സിനിമയുടെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്ന മനോഹരമായൊരു സിനിമയാണ് ഓർക്കാപ്പുറത്ത്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.